കബനി നദിയുടെ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ഇവിടെ പടിഞ്ഞാറ്, അവിടെ കിഴക്ക്. നമ്മളിപ്പോൾ പുഴ ഒഴുകുന്നത് കിഴക്കോട്ട്, അങ്ങോട്ട് ഒഴുകും. ആ പുഴയെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ യാത്ര തുടരുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാമങ്ങളിലൂടെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇൻ്റർലോക്ക് റോഡിലൂടെ കയറിയപ്പോഴാണ് അതിശയിപ്പിക്കുന്നൊരു കാര്യം കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ചിതൽപുറ്റ്. ഓക്കെ, എന്ത് വലുപ്പമുണ്ടെന്ന്. പുൽപ്പള്ളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു വീഡിയോയിൽ വാൽമീകി രാമായണം, വാൽമീകിനെ കുറിച്ച് പറഞ്ഞല്ലോ. വാൽമീകി എന്ന പേര് വന്നത് തന്നെ, ആ വാൽമീകി എന്ന് പറയുന്നൊരു മഹർഷി ആദ്യം അദ്ദേഹം ഒരു കള്ളനായിരുന്നു. ആ കള്ളൻ പിന്നീട് മാനസാന്തരപ്പെട്ട് അദ്ദേഹം ധ്യാനത്തിലിരുന്ന് കുറേ വർഷം ധ്യാനത്തിലിരുന്നു. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി മുഴുവനായിട്ട് ചിതൽപുറ്റ് വന്ന് മൂടി. ചിതൽപുറ്റിന് പറയുന്ന പേരാണ് വാൽമീകം. വാൽമീകത്തിൽ നിന്ന് വന്ന ആൾ എന്ന പേരിലാണ് വാൽമീകി എന്ന പേര് വന്നത്. ഇവിടെ ഇപ്പോൾ ധാരാളം ചിതൽപുറ്റുകളുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഈ പുൽപ്പള്ളി പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണാം. വയനാട്ടിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കബനി നദിയിലേക്കുള്ള യാത്രാ സമയത്ത് വഴിയിൽ കണ്ട ഒരു കാഴ്ച, നല്ല അതിമനോഹരമായ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു നെൽപ്പാടം കാണാൻ സാധിച്ചു. അടിയിലൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. എൻ്റെ ബാക്കിലായിട്ട് ഒരു കുന്ന് കാണാം. ആ കുന്നാണ് ശിശുമല അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിനെ ശശിമല എന്നാണ് വിളിക്കുന്നത്. ശിശുമല എന്ന് പറയുന്നത് നമ്മുടെ ലെവനും കുശനും കളിച്ച് നടന്ന ഒരു പ്രദേശമാണ്. ശിശുക്കൾ കളിച്ച് നടന്ന സ്ഥലമാണ് ശിശുമല. അതിപ്പോൾ പറഞ്ഞ് ശശിമലയായതാണ്. ആ ശശിമലയാണ് ആ പുറകിൽ കാണുന്ന ആ ഒരു കുന്ന് പോലുള്ള പ്രദേശം. കേട്ടത് മധുരം, കേൾക്കാത്തത് അതിമധുരം എന്ന് കവി പാടിയതുപോലെ ഭയങ്കര രസമായിട്ടൊരു സ്ഥലം. ഞാനിപ്പോൾ അവിടുന്ന് ശശിമലേൻ്റെ കാര്യം പറഞ്ഞ അതിലും ഭംഗിയായിട്ടൊരു സ്ഥലം നമുക്കിവിടെ കാണാൻ പറ്റും. ചുറ്റും വയലും, അപ്പുറത്ത് ശശിമല നമുക്ക് കാണാൻ പറ്റും. തൊട്ടപ്പുറത്ത് തെങ്ങ് കൃഷിയിടമൊക്കെ കാണാം. ഒപ്പം കാണാൻ പറ്റിയ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ വലിയൊരു ട്രീ ഹൗസ് കാണാൻ സാധിച്ചു. നമുക്ക് അതിലിരുന്ന് കയറി നോക്കാം. അല്ലെങ്കിൽ ഏറുമാടെന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ വന്യമൃഗങ്ങൾ വരുമ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടി, അതിനെ കാവലിരിക്കാൻ വേണ്ടി ആണോ ഉണ്ടാക്കിയെന്ന് അറിയില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ മൂലം നഷ്ടങ്ങളുടെ കണക്ക് പറയാനാണ് കർഷകർക്ക് ഇപ്പോഴും ഉള്ളത്. എന്നാലും ഇവർ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കർഷകർ ഈ കൃഷിയെ ഇനിയും ഒഴിവാക്കിയിട്ടില്ല. ഓക്കെ, ആ പ്രദേശം മുഴുവൻ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരു പച്ചപ്പ് കാണുന്നുണ്ട്. സാധാരണ ചിലപ്പോൾ ചില പാടങ്ങളിൽ ഒന്നും ഇല്ലാതെ വെറുതെ തരിശ് നിലമായിട്ട് കിടക്കുന്ന കാണാം. പക്ഷേ ഇവിടെ കാണുന്ന എല്ലാ വയലിലും എല്ലാ ഭാഗത്തും നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. ആ നെൽ പാടത്തിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഏറുമാടങ്ങളൊക്കെ ഉണ്ടാക്കി ഇവർ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, കബനി നദിയിലേക്കുള്ള നമ്മുടെ യാത്ര ഇതുപോലുള്ള ഗ്രാമങ്ങളിലെ പച്ചപ്പും ഹരിതാഭിയും വ്യത്യസ്തമായ കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. പോവാം, നമുക്ക് വരൂ. ഹായ് ഫ്രണ്ട്സ്, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായാ? ഇപ്പോൾ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? നമ്മളിങ്ങനെ കബനി നദിയുടെ തീരത്തേക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴി സൈഡിൽ കണ്ട ഒരു വ്യത്യസ്തമായൊരു റബ്ബർ തോട്ടത്തിലാണ് നിൽക്കുന്നത്. വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി? എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? സാധാരണ ഒരു റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ കാപ്പി കൃഷി ചെയ്യുന്നത് കാണാറില്ല. വളരെ റെയറായിട്ട് കാണാറുള്ളൂ. അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നിന്നെന്ന് മാത്രമേ ഉള്ളൂ. കാപ്പിയുടെ പ്രത്യേകത അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല. അത് സാധാരണ അധികം ചോലയൊന്നും ഇല്ലാത്ത പ്രദേശത്താണ് സാധാരണ കാപ്പി ഉണ്ടാവുക. ഈ കാപ്പി ചോലയിലാണ് നിൽക്കുന്നത്. ഉണ്ടാ, മൊത്തം റബ്ബർ മരത്തിൻ്റെ ചോലയിലാണ് നിൽക്കുന്നത്. ചോലയിൽ വളരാൻ കഴിവുള്ളൊരു കാപ്പിയാണ്. അതിന് അറബിക്കാപ്പി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ അറബിക് കാപ്പിയുടെ വിഭാഗം തന്നെയാണ്. ആ അറബിക് കാപ്പിയിൽ ഒരു മാറ്റം വരുത്തിയിട്ട് നമ്മുടെ വയനാട്ടിൽ തന്നെയുള്ള റോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ കാപ്പി ഇനത്തിനെ വികസിപ്പിച്ചെടുത്തത്. സാധാരണ കാപ്പി ചെടിയുടെ വേര് നല്ല പടർന്ന് ആ ഒരു പ്രദേശം മുഴുവൻ പടർന്ന് പന്തലിച്ചായിരിക്കും വേരുണ്ടാവുക. പക്ഷേ അതിന് ജഡവേര് എന്നൊക്കെയാണ് പറയുന്നവർ.
ഇത് പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ വേര് സാധാരണ നേരെ താഴേക്ക്, അതിൻ്റെ തായ് വേര് താഴേക്ക് പോകുന്ന പോലെ തന്നെ തായ് വേരായിട്ട് താഴേക്കായിരിക്കും ഉണ്ടാവുക. ചുറ്റും പടർന്ന് അധികം ഉണ്ടാവില്ല. സാധാരണ ഒരു കാപ്പി നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും വേറൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിൽ വേര് അങ്ങനെ പടർന്ന് വന്നിട്ടുണ്ടാകും. പക്ഷേ ഇതിനങ്ങനെയൊന്നുമില്ല. ചുറ്റും അടുത്തടുത്ത് കാപ്പി വെക്കാം. നമ്മുടെ ഈ കൃഷിയുടെ ഈ തോട്ടത്തിൻ്റെ ഓണർ കുറച്ച് അകത്തിയാണ് ഇത് ചെടി വെച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി അടുത്ത് തന്നെ വെക്കാമെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞതും. എന്നിട്ടും അദ്ദേഹം കുറച്ച് അകത്തി വെച്ച് കുറച്ചുകൂടി വിസ്താരത്തിൽ ചെടി വളരട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ചോലയിൽ വളർത്താൻ കഴിയുന്ന ഇടവിള കൃഷിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാപ്പി ഇനമാണ് ഈ ചെടി. ഇത് കാണിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഇതെന്താണെന്ന് അന്നേരം പറഞ്ഞിരുന്നില്ലല്ലോ. ഇപ്പോൾ കണ്ടോളൂ കേട്ടോ. ഇത് ഒരു പമ്പരം. ഈ പമ്പരം എങ്ങനെയാണെന്ന് അറിയുമോ? നമ്മുടെ റബ്ബറിൻ്റെ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ നിന്നുണ്ടായ ആ സാധനം എടുത്തിട്ടാണ് ഇങ്ങനൊരു പമ്പരം ഉണ്ടാക്കിയത്. തമ്മിൽ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുക. ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അറ്റത്തും രണ്ടറ്റത്തും ഒരു ചെറിയ നോബ് പോലെ കാണാം. ആ ഭാഗത്ത് പിടിച്ചിട്ട് നമുക്കിങ്ങനെ കറക്കാം. ഊതിയാൽ മതി. അയ്യോ, അങ്ങനെ ആ 2 പീസ് ഒരെണ്ണം ഇവിടെ ഫിറ്റ് ചെയ്യുന്നു. അത് നേരെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പുറത്തേക്ക് എടുത്ത് വെക്കുന്നു. തമ്മിൽ കണക്റ്റായി, ജോയിൻ്റായി. ഇനി ഈ 2 അറ്റത്ത് നടുക്ക് പിടിച്ചിട്ട് ഊതിയാൽ റെഡിയായി ഫ്രണ്ട്സ്. ഇതിൻ്റെ 2 അറ്റത്തും പിടിച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് ഊതി കൊടുത്താൽ മതി. റെഡിയായി. ചിലവലത്ത് റെഡിയാവും, ചിലവലത്ത് റെഡി ആവില്ല. ഇപ്പം നേരത്തെ എൻ്റെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം എൻ്റെ റെഡി ആയിട്ടാ. ഞാൻ നോക്കിയോ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക്. കബനി നദി പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുള്ളതുകൊണ്ട് അവിടെയെല്ലാം കയറി ഇറങ്ങുമ്പോൾ സമയം പോവാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം. ഇതൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഓരോ കളികളായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോഴാണ് പഴയ കാലങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്നത്. എന്തായാലും ആ യാത്രയിനിടയിൽ ഇങ്ങനെ ഒരു അനുഭവങ്ങൾ കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കാം. പോകാം നമുക്കിനി അടുത്ത യാത്രയിലേക്ക്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇത്തരം കളികൾ ഓർമ്മ വരുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് തന്നെ മറ്റ് ചില ചെടികളും കാണുന്നുണ്ട്. ഈ ചെടി നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് അറിയില്ല. പേര് കേട്ടിട്ടുണ്ടാവും. പാർത്തനീയം എന്നാണ് അറിയപ്പെടുന്നത്. പാർത്തനീയം. ഇത് നമ്മുടെ വയനാട്ടുകാരനല്ല. തമിഴ്നാട്ടിൽ നിന്ന് അവിടുത്തെ കാലിവളം ചാണകം കൊണ്ടുവന്ന സമയത്ത് ആ ചാണകത്തിലൂടെ ഇങ്ങോട്ട് വയനാട്ടിലെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇത് ആസ്മ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നൊരു ചെടിയാണ് ഈ പാർത്തനീയം എന്ന് പറയുന്ന ചെടി. അതൊക്കെ ഇപ്പോൾ ഇവിടെ ധാരാളമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ സമയം പോയി, നമുക്ക് പോകാം അങ്ങോട്ട്. വാ, മറ്റൊരു കുട്ടിക്കാലത്തെ അനുഭവം. ഈ ചെടിയുടെ പേര് തകര എന്നാണ്. തകരയുടെ ഈ പയറെടുക്കുക, ബീൻസ് എടുക്കുക, രണ്ടെണ്ണം എടുക്കുക. 2 പേര് അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഈ 2എണ്ണത്തിനെയും കൂട്ടിച്ചിങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ആരുടെയാണോ പൊട്ടിപ്പോകുന്നത് അയാൾക്ക് തോറ്റു. രണ്ടാമത്തെ ആൾക്ക് അത് വെച്ച് അയാളെ അടിക്കുന്ന ഒരു കളിയൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. തകര എന്ന് പറയുന്ന ചെടിയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് ഇട്ട് തരണേ. എന്തായാലും വളരെ സുന്ദരമായ, പറയാൻ വാക്കുകളില്ല, അത്രയും അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. നോക്കി, എൻ്റെ 2 വശത്തും റോഡ്, നടുക്കൂടി റോഡ്, 2 സൈഡിലും വയൽ, പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു. ആ പച്ചപ്പിൻ്റെ നടുക്കൂടി ഒരു കറുത്ത വര എന്ന രീതിയിലാണ് റോഡ് പോയിരിക്കുന്നത്. നല്ല ഭംഗി. അതെനിക്ക് തോന്നുന്നു നമ്മുടെ കബനി നദിയുടെ ആ ഒരു ജലം കിട്ടിയതുകൊണ്ട് മൊത്തം കൃഷിയിടങ്ങളിലും മൊത്തം നല്ല രീതിയിൽ പച്ചപ്പ് കൊടുക്കാൻ ആ കബനി നദിക്ക് സാധിച്ചു എന്ന് കരുതുകയാണ്. എന്തായാലും നമുക്ക് കബനിയിലേക്ക് പോവാം അല്ലേ.
നമ്മൾ കബനിയുടെ തീരത്ത് എത്തിട്ടോ. ഞാൻ നിങ്ങളെ പറഞ്ഞു കുറേ നേരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കബനി എത്തി എന്ന് പറയുന്നത്. ഇതാ ഇപ്പം എത്തി. തെക്കേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് കാവേരി നദി. ആ കാവേരി നദീജല തർക്കമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ കാവേരി നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ഈ കബനി നദി. വളരെ ജലസമൃദ്ധമായ കാവേരി നദിയുടെ തീരത്ത് നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. അങ്ങോട്ടേക്ക് വയനാടിൻ്റെ അതിർത്തിയിലൂടെ ഈ ജലം ഒഴുകുന്നത് കിഴക്കോട്ടൊഴുകി കർണാടകത്തിലേക്കാണ് പോകുന്നത്. കർണാടകത്തിലെ ബീച്ചനഹള്ളി എന്ന സ്ഥലത്ത് ഡാം കെട്ടി അവിടെ ജലം സംഭരിക്കുന്നുണ്ട് കർണാടക സംസ്ഥാനം. ഇതിൻ്റെ ചുറ്റുവട്ടത്തു നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരം. അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ നല്ല പച്ചപ്പ്, മുളകളൊക്കെ പച്ചയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തലയും ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ തൊട്ട് പുറകിൽ ഇവർ കുറച്ച് ചേട്ടന്മാർ ചേർന്നിട്ട് വലയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട്. മീൻ പിടിച്ച് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെ തരം മീനുകളാണ് അവർക്ക് കിട്ടിയതൊക്കെയാണ്. 150 മാറാം. ചെറുതായിരുന്നു മേടിച്ചാ 1.5. എനിക്ക് ആ ചെറുത് കിട്ടിയായിരുന്നു. ആ ചെമ്പല്ലി ഇതൊന്നായിരുന്നു നല്ലായിരുന്നു. ഇതോ അല്ല ഇത് ഇപ്പൊ നിങ്ങൾ എടുത്ത് മാറ്റി. അതെ അതെ ആ അത് മതി. 1 kg മണ്ണൊന്നും ഇത് അവർക്ക് അത് പറ്റ കൊടുക്കും. അത് കൊടുത്തു. അത് 2 1.5 കിലോ ഉണ്ട്. 1.5 കിലോ ഉണ്ട്. ഇത് 1.5 ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ കൊട്ടത്തോണിയിൽ പോയിട്ട് പിടിച്ചിട്ട് വന്ന മീൻ, നല്ല ഫ്രഷ് മീൻ, പിടയ്ക്കണ മീൻ കിട്ടി. അത് 2 എണ്ണത്തിന് മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോവാണ്. കറി വെച്ച് കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ നോക്കാം. സ്ഥലത്തിലെ ഭാഷയിലൊരു വ്യത്യാസം. അവന് മലയാളം ശരിക്കും അറിയില്ല. ചെറുപ്പെട്ടി ചേർത്താ കിട്ടോ? അത് ഒരു മുഷിയുണ്ട് കണ്ടോ? കാണുന്ന മീൻ പിടിച്ച് ആഫ്രിക്കൻ മുഷി. അത് ആഫ്രിക്കൻ മുഷി പിടിച്ചോ. മണിയാ ദൂര പോടാ. ഇല്ല നേരെ കർക്കൊണ്ടു ദൂര പോണ്ട. തള്ളിത്തരാം. ಇಲ್ಲ ಕೊಡಬೇಡ ಮನ್ಯಾ. ಇಲ್ಲೇ ನಾರು ಒಂದು ರೌಂಡು ಇವರು ಕ್ಯಾಮರಾ ಹಿಡಿತಾರೆ ಪಾಪ. ಹಿಡ್ಕೊಳ್ಳಿ. എന്താ മുട്ടി എപ്പോഴും ഇങ്ങോട്ട് എടുക്കാത്ത കച്ചവടമായോ? ഇല്ല ആയിട്ടില്ല. അല്ല വണ്ടി അല്ല ഇത് വളരെ കട്ടാഞ്ചി തന്നെ ഇട്ടിരുന്നെന്താ? വണ്ടി തന്നെ ഇട്ടതെന്താ? ಹಾಗೆ ತಿರ್ಸ್ಕೋ. ಇಪ್ಪ ನಿಮ್ಗೆ ಫೋಟೋ ಮಜಾ. ഇനി ഇന്ന് വൈകിട്ട് വലയിടുവോ? സന്ധ്യക്കിടും. സന്ധ്യക്കിട്ടിട്ട് രാവിലെ എടുക്കും. ക്രോസ് ആയിട്ട് ഇടും. അതേ സൈഡിൽ കൂടെ സൈഡിൽ കൂടെ ഇടും. ഫോറസ്റ്റുകാരെങ്ങാനും കർണാടകക്കാര് മുറിച്ച് കളയോ പോലെ? അവർ ഇങ്ങോട്ട് വരില്ല കേട്ടാ. അവർ താഴേക്ക് പോയി കഴിഞ്ഞാൽ കാടിന്റെ ഉള്ളിൽ പോയാലേ മുറിച്ച് കളയും. ഡാമിലേക്ക് പോകണമെങ്കിൽ 100 കിലോമീറ്റർ ഉണ്ട്. 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും പോയി നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റില്ല. മീൻ പിടിക്കാൻ പറ്റില്ല. കാട്ടിന്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. പോകുന്നവരുണ്ട്, പോയാലും കിട്ടൂല. നമ്മളെ പോലെ ഉള്ളവർ പോകില്ല. കേരളക്കാർ ആരും പോകില്ല. കാരണം എന്താ പറയുക, പേടിയാ. അങ്ങോട്ട് കാടാണല്ലേ? അങ്ങോട്ട് കാടാ. ഇവിടുന്ന് ഒരു 1/2 മീറ്റർ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കാട്, ആനയൊക്കെ ഉണ്ടാവും. സൗജടാ മീന. ജീവിതത്തിൽ ആദ്യമായിട്ട് കൊട്ടവഞ്ചിലും കയറി ഫ്രഷ് ആയിട്ട് കിട്ടിയ മീനും മേടിച്ചു. അടിപൊളി, നല്ലൊരു യാത്ര. മാസ്ക് കൊട്ടത്തോണിയിൽ വീണുപോയി. അതിനകത്ത് നിറയെ മീനായിരുന്നു. മീനിന്റെ വെള്ളത്തിൽ വീണുപോയി. ആഹാ, അടിപൊളി, നല്ല മണമുണ്ട്. ഇനിയിപ്പോൾ നനഞ്ഞ മാസ്ക് വെച്ച് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. ഇന്നലെ പോകാല്ലേ? കബനി തീരത്തെ കാഴ്ചകൾ ഇനിയും നമുക്ക് ഏറെ കാണാനുണ്ട്.
ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മരക്കടവിലെ തോണിക്കടവിലാണുള്ളത്. ഇവിടെ ഒരു കടത്ത് തോണിയുണ്ട്. അക്കരെ പോയിട്ട് തിരിച്ചു വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ 5 രൂപയുള്ളൂ. ആ 5 രൂപ കൊടുത്ത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഇറങ്ങി നടക്കുന്നില്ല, കർണാടക സ്റ്റേറ്റാണ്, അങ്ങോട്ട് ഇറങ്ങി നടക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഈ തോണി യാത്ര ഒന്ന് ആസ്വദിക്കാം. പറയുന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ ഡിസ്റ്റൻസ്, ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കുള്ള ഒരു ചെറിയ കടത്ത്. നല്ല രസമുണ്ട്, നല്ല രസമായ ഒരു കടത്ത് യാത്ര. നല്ലൊരു ഫ്രഷ് തോണി, അടിപൊളി തോണി, കടത്ത് തോണി. ഈ തെങ്ങിൽ നോക്കിയേ, തെങ്ങിൻ്റെ തടിയിൽ മെറ്റലിൻ്റെ ഒരു പീസ് കൊണ്ട് ഇങ്ങനെ ചുറ്റും വെച്ചിരിക്കുകയാണ്. എലി താഴെ നിന്ന് മുകളിലേക്ക് കയറി പോകുമ്പോൾ ആ മെറ്റലിൻ്റെ ആ ഭാഗത്തെത്തുമ്പോൾ പിന്നെ അതിന് മുകളിലേക്ക് കയറാൻ പറ്റില്ല, തെന്നിപ്പോവും. അങ്ങനെ എലിയെ തടയാൻ വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണമാണ്. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ചെറിയ കടത്ത് കേരളത്തിൽ നിന്ന് ഇപ്പോൾ കർണാടകയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കർണാടകയുടെ മണ്ണിൽ കാലുകുത്തി നിൽക്കുകയാണ്. അധികം നേരം നിൽക്കുന്നില്ല. ഇപ്പോൾ ഏകദേശം സന്ധ്യയായി, നമുക്ക് തിരിച്ചു പോവുകയാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വിട്ടുപോയി. നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. കബനി നദിയുടെ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും വെള്ളം. ഇവിടെ പടിഞ്ഞാറ്, അവിടെ കിഴക്ക്. നമ്മളിപ്പോൾ പുഴ ഒഴുകുന്നത് കിഴക്കോട്ട്, അങ്ങോട്ട് ഒഴുകും. ആ പുഴയെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി.